വാർത്തകൾ വിശദമായി. നോട്ട് പിൻവലിച്ചതിനെ തുടർന്ന് സഹകരണ മേഖലയിലുണ്ടായ പ്രതിസന്ധിക്കെതിരെ സംസ്ഥാനത്ത് ജനരോഷമിരമ്പി. LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ സംസ്ഥാനത്ത് പൂർണ്ണമായിരുന്നു. വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ നോട്ട് പിൻവലിച്ച കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ചും സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെയുമാണ് സംസ്ഥാനത്ത് LDFന്റെ നേതൃത്വത്തിൽ 12 മണിക്കൂർ ഹർത്താൽ നടന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടന്ന ഹർത്താലിൽ നിന്ന് പാൽ, പത്രം, ആശുപത്രി, വിവാഹം, എയർപോർട്ട്, ബാങ്ക് തുടങ്ങിയ അവശ്യ സേവന മേഖലകളെ ഒഴിവാക്കിയിരുന്നു. തലസ്ഥാനം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ഹർത്താൽ പൂർണ്ണവും സമാധാനപരവുമായിരുന്നു. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. ഇരുചക്ര വാഹനങ്ങളും ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. ജനങ്ങളുടെ കൂടെ പിന്തുണ ഉള്ളതിനാൽ ഹർത്താലിൽ ജനജീവിതം ബുദ്ധിമുട്ടിലായില്ല. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ രോഗികളെയും മറ്റ് യാത്രക്കാരെയും പോലീസ് വാഹനങ്ങളിൽ യഥാസ്ഥലങ്ങളിൽ എത്തിച്ചു. ഹർത്താലിന്റെ ഭാഗമായി LDF പ്രവർത്തകർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് GPOയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള സർവകക്ഷി സംഘത്തിന് അനുമതി നിഷേധിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. ഇത് കേരളത്തോടുള്ള ഒരു അവഹേളനമാണ്. 3.5 കോടി ജനങ്ങളെ അപമാനിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നിന്ന് ശബരിമലയിലേക്ക് KSRTC ബസ്സുകൾ സർവീസ് നടത്തി. മധ്യകേരളത്തിലും ഹർത്താൽ പൂർണ്ണമായിരുന്നു. സർക്കാർ ഓഫീസുകളും സ്കൂളുകളും പ്രവർത്തിച്ചില്ല. അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്ക് തടസ്സമുണ്ടായില്ല. സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. പൊതുവെ സമാധാനപരമായിരുന്നു ഹർത്താൽ. മലബാർ ജില്ലകളിൽ ഹർത്താൽ പൂർണ്ണവും ജനകീയ പിന്തുണയുള്ള സമരവുമായി മാറി. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലോടി. കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. കേന്ദ്ര സർക്കാരിന് ശക്തമായ ഒരു താക്കീത് കൊടുക്കുന്ന ഹർത്താലായിരുന്നു ഇന്ന് സംസ്ഥാനത്തുടനീളം നടന്നത്. പൊതുവെ സമാധാനപരവും അതോടൊപ്പം പൂർണ്ണവുമായ വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ അരിമാനൂർ, ക്യാമറാമാൻ ബിച്ചു പൂച്ചലിനൊപ്പം. മുന്നൊരുക്കമില്ലാതെ നോട്ട് പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ദേശവ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ത്രിപുരയിൽ ബന്ദ് പൂർണ്ണമായിരുന്നു. ദില്ലിയിൽ ഇടത് പാർട്ടികൾ സംയുക്തമായി പ്രതിഷേധ മാർച്ച് നടത്തി. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദിത്തം പ്രധാനമന്ത്രിക്കാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു. നോട്ട് പ്രതിസന്ധിയിൽ ജനജീവിതം ദുസ്സഹമായതിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമാക്കിയതിനു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ രാജ്യവ്യാപക പ്രക്ഷോഭവും ഏകദേശം പൂർണ്ണമായിരുന്നു. 14 പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും ബീഹാറിൽ JDU നിതീഷ് കുമാർ വിഭാഗം വിട്ടുനിന്നു. കേരളത്തിന് പുറമെ ബംഗാളിലും ത്രിപുരയിലും ഇടത് സഖ്യം ബന്ദ് നടത്തി. നോട്ട് പ്രതിസന്ധിയിൽ കർഷക വിപണി നിശ്ചലമായതിൽ പ്രതിഷേധിച്ച് ഇടതു പാർട്ടികൾ സംയുക്തമായി ദില്ലിയിൽ പ്രതിഷേധ മാർച്ചും നടത്തി. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദി പ്രധാനമന്ത്രിയാണെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. आज पार्लियामेंट बंद है तो प्रधानमंत्री की वजह से, आज भारत बंद है तो प्रधानमंत्री की वजह से. പശ്ചിമ ബംഗാളിൽ കർഷകർ ഉൾപ്പെടെ 1 ലക്ഷം ആളുകൾ അണിനിരന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. ബംഗാളിൽ CPIML പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞത് സംഘർഷത്തിലേക്ക് വഴിവെച്ചു. പ്രതിഷേധ മാർച്ചിനിടെ CPM പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തിയ ആക്രമണത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഹൈദരാബാദിൽ റിസർവ് ബാങ്ക് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ മനുഷ്യച്ചങ്ങലയും തീർത്തു. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയ പ്രതിഷേധവും ധർണയും ദേശീയ പ്രക്ഷോഭമായി ഉയർന്നതോടെ വരും നാളുകളിൽ ഈ പ്രതിഷേധത്തെ സർക്കാരിന് എങ്ങനെ നേരിടാനാകുമെന്നത് കണ്ടറിയേണ്ടതാണ്. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് മാറ്റ പ്രതിസന്ധിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാർലമെന്റിൽ പ്രസ്താവന നടത്തും. നോട്ട് മാറ്റം നടപ്പാക്കിയതിൽ പാളിച്ചയുണ്ടെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയെ അറിയിച്ചിട്ടുണ്ട്. പാർലമെന്റിന് മുൻപിൽ പ്രതിപക്ഷ പാർട്ടികൾ ധർണയും സംഘടിപ്പിച്ചു. രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് വളപ്പിൽ സംയുക്ത ധർണ നടത്തിയാണ് പ്രതിപക്ഷ MPമാർ സഭയിലെത്തിയത്. പ്രധാനമന്ത്രി എത്താതെ നോട്ടുമാറ്റത്തെക്കുറിച്ച് ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ MPമാർ ഉറച്ചുനിന്നു. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയം അംഗീകരിക്കാത്തത് ലോക്സഭയിൽ ഇന്നും കടുത്ത പ്രതിഷേധത്തിനിടയാക്കി. ഇതേ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി പാർലമെന്റിലെത്തുമെന്ന് ഉറപ്പ് നൽകി. നോട്ടുമാറ്റത്തെക്കുറിച്ച് നാളെ ലോക്സഭയിൽ നടക്കുന്ന ചർച്ചയിൽ മോദി പങ്കെടുത്ത് സംസാരിക്കും. പദ്ധതി നടത്തിപ്പിൽ പാളിച്ചുണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യാമെന്ന് രാജ്നാഥ് സിംഗ് അറിയിച്ചു. मैं इतना ही कहना चाहता हूं, यदि इसके इम्प्लीमेंटेशन को लेकर
कहीं यदि किसी को शिकायत है तो पहले दिन से ही हम सभी लोग चर्चा के लिए इस पर बहस करने के लिए तैयार हैं. പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി എത്താതെ പ്രതിഷേധം നിർത്തില്ലെന്ന് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ അറിയിച്ചു. നോട്ടുമാറ്റത്തെ തുടർന്നുള്ള ദുരിതത്തിൽ 70 പേർ മരിക്കുകയും 1000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും മോദി പാർലമെന്റിൽ മൗനം പാലിക്കുന്നത് ദുരൂഹമാണെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. प्रधानमंत्री और उसके सरकार को जवाब देनी होगी पार्लियामेंट में. आज वो जवाब देने से मुकर रहे हैं, पार्लियामेंट का सामना नहीं कर रहे हैं. देश में जाकर बाहर भाषणें देते हैं, लेकिन बाहर भाषणें देने से कोई सवाल नहीं पूछता, उसका जवाब उनको देने की जरूरत नहीं है. പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും ഉച്ചയോടെ പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പ്രതിസന്ധിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി UDF MLA-മാർ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിച്ചു. പിക്കറ്റിംഗ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. തുഗ്ലക് പരിഷ്കാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതെന്നും വിവരമില്ലാത്തതുകൊണ്ടാണ് പ്രധാനമന്ത്രി തീരുമാനം പിൻവലിക്കാത്തതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. എക്സ്ക്ലൂസീവ്. ശബരിമല സന്നിധാനത്തെ ദേവസ്വം ബോർഡിന്റെ വിശ്രമ കേന്ദ്രങ്ങളിൽ വൻ കൊള്ളക്കിരകളാകുകയാണ് തീർത്ഥാടകർ. ദേവസ്വം ബോർഡിന്റെ താമസ സ്ഥലത്ത് റൂം വാടക നൽകിയാലും പലർക്കും പുറത്ത് വരാന്തയിൽ ആയിരിക്കും കിടക്കേണ്ടി വരിക. ഈ ഇനത്തിൽ മാത്രം ലക്ഷക്കണക്കിന് രൂപയാണ് ദേവസ്വം ബോർഡും ഒപ്പം കരാറുകാരും തീർത്ഥാടകരിൽ നിന്ന് കൊള്ളയടിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ സന്നിധാനത്തെ കൈലാസ് തീർത്ഥാടക വിശ്രമ കേന്ദ്രത്തിലെത്തിയ കോഴിക്കോട് സ്വദേശികളാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ കരാർ കൂട്ടുകെട്ടിന്റെ ഇരകളായത്. 601 നമ്പർ റൂമിന് 1100 രൂപ വാങ്ങി റെസീറ്റും നൽകിയിട്ട് റൂമിലെത്തി നോക്കിയപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായതും. റൂം നേരത്തെ തന്നെ ഓൺലൈനായി മറ്റൊരു പാർട്ടിക്ക് നൽകുകയും അവർ അതിനകത്ത് താമസവും തുടങ്ങിയിരുന്നു. പക്ഷേ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അത് ആരോ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അവിടെ റൂം ആൾ താമസമുണ്ട്. അപ്പം ഞങ്ങൾക്ക് റൂമില്ല, ഞങ്ങളോട് വരാന്തേ കിടന്നോളം പറഞ്ഞു. ടോയ്ലറ്റും ഒന്നുമില്ല, ഒരു സൗകര്യമില്ല. സംഭവം വലിയ ബഹളത്തിലെത്തിയതോടെ റൂം നമ്പർ എഴുതിയെന്നേ ഉള്ളൂ, അതിന് പുറത്ത് വരാന്തയിൽ കിടക്കുന്നതിനാണ് അയ്യപ്പന്മാരോട് പൈസ വാങ്ങിച്ചത് എന്നായി പണം കൈപ്പറ്റി റെസീറ്റ് നൽകിയ വ്യക്തി. പിന്നീട് വലിയ ബഹളമായി. ഈ സമയത്തൊന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. അതേസമയം സമാന രീതിയിൽ ദേവസ്വം ബോർഡിന്റെ തട്ടിപ്പിനിരയായി വരാന്തയിൽ കിടക്കുന്നവർ പലരും പ്രതിഷേധവുമായെത്തി. ഇപ്പോൾ 24 മണിക്കൂർ നേരത്തേക്ക് മറ്റുള്ളവർ ബുക്ക് ചെയ്തിട്ട് അത് 3-4 പ്രാവശ്യം ഇവരറിയാതെ തന്നെ മറ്റേ ഏജന്റുമാർ മറിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വരുന്ന 50 പേരോടും 40 പേരോടും 3500 7500 വരെ മേടിച്ച കാര്യങ്ങൾ എനിക്കറിയാം. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വന്ന് പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. നിരവധി പേരോട് ഇത്തരത്തിൽ ഇവർ റൂം എന്ന ഇനത്തിൽ പൈസ വാങ്ങി വരാന്തയിലാണ് ഇവരെ കിടത്തുന്നതെന്നും ബിൽ ബുക്കിലടക്കം കൃത്രിമം കാണിച്ച് അയ്യപ്പന്മാരുടെ കയ്യിൽ നിന്നും വലിയ തുകയാണ് കൈപ്പറ്റുന്നതെന്നും മനസ്സിലായി. അതിനിടെ അവിടെ എത്തിയ അക്കോമഡേഷൻ ഓഫീസർ റൂം കാണാതെയും താക്കോൽ കൈപ്പറ്റാതെയും നിങ്ങൾ എന്തിനാണ് പൈസ കൊടുത്തതെന്നും അയ്യപ്പന്മാരോട് ചോദിച്ച് താനും ഈ തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് പറയാതെ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ എല്ലാം സന്നിധാനത്തെ വിജിലൻസ് ഓഫീസറുടെ മുന്നിലെത്തി. അയ്യപ്പന്മാർക്ക് വേറെ റൂം കൊടുത്ത് പ്രശ്നം തീർക്കാൻ ായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. വലിയ തട്ടിപ്പിന്റെ തെളിവ് സഹിതം തന്റെ മുന്നിലെത്തിയിട്ടും നടപടിയെടുക്കാതെ ഒതുക്കി തീർത്തത് വഴി വിജിലൻസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും മാത്രമല്ല ഈ തട്ടിപ്പ് കച്ചവടത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നുമാണ് അയ്യപ്പന്മാർ പറയുന്നത്. മല കയറി ക്ഷീണിച്ചു വരുന്ന അയ്യപ്പന്മാർക്ക് റൂം നൽകാമെന്ന് പറഞ്ഞ് വലിയ തുക തന്നെയാണ് ഇവർ കൈപ്പറ്റുന്നത്. അതിൽ പരാതിയുമായി മുതിർന്ന സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും ഒരു കാര്യവുമില്ല. അവരെല്ലാം അതിന്റെ വിഹിതം പറ്റുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചതും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. മലപ്പുറം കൊല്ലം കളക്ടറേറ്റ് സ്ഫോടന കേസുകളിൽ 4 പേരെ NIA അറസ്റ്റ് ചെയ്തു. അബ്ദുൽ കരീം, അയ്യൂബ്, അബ്ബാസ് അലി എന്നിവരാണ് പിടിയിലായത്. ഇവരെ മധുരയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. 4-മനെ ചെന്നൈയിൽ നിന്നും പിടികൂടി. കൂടുതൽ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. ബേസ് മൂവ്മെന്റ് എന്ന സംഘടനാ പ്രവർത്തകരാണ് പിടിയിലായിരിക്കുന്നത്. തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ തടയാൻ കർശനമായ നടപടികൾ വേണമെന്ന് CITU അഖിലേന്ത്യാ സമ്മേളനം ആവശ്യപ്പെട്ടു. ലാഭം വർദ്ധിപ്പിക്കുക എന്ന മാത്രം ലക്ഷ്യം വെക്കുന്ന ഉടമകൾ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ തൊഴിലാളികളെ ഇരകളാക്കുകയാണെന്ന് സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയം കുറ്റപ്പെടുത്തി. സമ്മേളനത്തിൽ സംഘടനാ പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടരുകയാണ്. ഫിഡൽ കാസ്ട്രോയുടെ സംസ്കാര ചടങ്ങിൽ ഒബാമ പങ്കെടുക്കുന്നതിനെതിരെ ട്രംപ് അനുകൂലികൾ രംഗത്ത്. ഒരു കാരണവശാലും ഒബാമയും കൂട്ടരും ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ട്രംപിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞു. അതേസമയം ഫിഡലിനെ ഇതിഹാസ വിപ്ലവ നേതാവെന്ന് വിശേഷിപ്പിച്ച കനേഡിയൻ പ്രധാനമന്ത്രിക്കെതിരെയും അധിക്ഷേപ വർഷം തുടരുകയാണ്.